ഹായ്. അപ്പോൾ എല്ലാവർക്കും ഋഷി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അർമേനിയയിൽ ഇന്ന് ടൂർ പാക്കേജൊന്നുമില്ല, ഗൈഡൊന്നുമില്ല. ഇന്ന് നമ്മളോടാണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ഇറങ്ങി, റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിത് ഇവിടെ ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിക്കുകയാണ്. നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഓക്കെ, ഈ ട്രീ കണ്ടോ? ഇത് ഒറിജിനൽ ട്രീ ആട്ടോ. ഇങ്ങനത്തെ ട്രീ ആണ് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണത്. ഇവിടെ നോക്കിയേ, ഇത് ഒറിജിനൽ ട്രീ ആണ്. ക്ലിയർ ആണോന്ന് എനിക്ക് അറിയണില്ല. കണ്ടോ ഈ ഇല? കണ്ടോ? ഒറിജിനൽ ട്രീയാ. ഇത് ഞാൻ കംപ്ലീറ്റ് ഫോട്ടോ കാണിച്ചു തരാം. അവർ ആ ട്രീയിലാണ് കംപ്ലീറ്റ് ക്രിസ്മസ് ട്രീ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കണ്ട, ബോൾസും ഗിഫ്റ്റുകളൊക്കെ ഇട്ടിട്ട് ഒറിജിനൽ ട്രീ. ഇവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു ചർച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ആ ചർച്ചിലേക്ക് പോവാം. ഇത് ഇവിടെ ഒരു ഇങ്ങനെ സ്തൂപം വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്തോ ഒരു ക്രിസ്ത്യാനിയായിട്ട് ബന്ധപ്പെട്ടതാണോ, എനിക്ക് ബൈബിളിലെ ബന്ധപ്പെട്ട കാര്യമാണോ എന്ന് എനിക്ക് അറിയില്ല. ഇതാണ് കേട്ടോ ചർച്ചിൻ്റെ ഫസ്റ്റ് നമ്മൾ കയറുന്ന ഭാഗമാണ്. കണ്ടോ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതേ, അപ്പം നമ്മൾ ആ ചർച്ചിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. അറിയില്ല, നോക്കാം നമുക്ക്. അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അറിയില്ല ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്താണെന്നൊന്നും. പള്ളിയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ നിൽക്കുകയാണ്. അവിടെ ചുമരും എന്തൊക്കെയോ അർമേനിയൻ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിലെത്തി. ഉള്ളിൽ നല്ല മനോഹരമായ ഒരു പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. കണ്ടോ? ഓക്കെ, അങ്ങോട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇത്രയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഫ്രണ്ട് സെക്ഷനാണ്. ഇതാണ് ഇവിടുത്തെ കാക്ക കേട്ടോ. കണ്ടോ? പകുതി വൈറ്റും പകുതി ബ്ലാക്ക് കളറാണ് ഇവിടുത്തെ കാക്കയ്ക്ക്. കണ്ടില്ലേ? കാണാണ്ടോ? ദേ നിൽക്കണം. ദേ കണ്ട, പകുതി വൈറ്റ് കളറും പകുതി ബ്ലാക്ക് കളറും. ദേ കണ്ടോ? അടുത്തത് വരുന്നു. നല്ല വയറുണ്ട്. ഇവിടെയും ഞങ്ങൾ ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് പാത്ത് വേയിലും ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ഷോപ്സുകളുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ഷോപ്സുകൾ, ബുക്സ്, മൊബൈൽ കവേഴ്സ്, ക്ലോത്ത്സ്. ഇവിടെ ഒരു മോളുണ്ട് കേട്ടോ. ഇത് അണ്ടർഗ്രൗണ്ട് മോളാണ്. ഇത് നമ്മൾ അവിടുന്ന് അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ മോളിലേക്ക് കയറുന്നത്. കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ ഈ മോളിൽ തന്നെ. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരു ഷോപ്പിലേക്ക് വന്നതാട്ടോ. ഇതിൽ നടന്നു പോകുമ്പോൾ കണ്ടതാണ് നമ്മുടെ ദൈവങ്ങളുടെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പ്. കണ്ടോ? പൂജാ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതേനെ. അപ്പം അശ്വതി പറയായിരുന്നേ നമ്മളില്ലാത്ത നാടില്ല. ചന്ദനത്തിരി, ബുദ്ധൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെ ബിംബങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശിവൻ്റെ, ഗണപതിയുടെ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റിപ്പബ്ലിക് ഓഫ് അർമേനിയയുടെ അവിടേക്ക് പകല് വന്നിട്ട് നമ്മളന്ന് രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പകല് കണ്ടോ? പകല് നല്ല ഭംഗിയെ കാണാൻ വേണ്ടി. അത് ക്ലോക്ക് ടവർ ആണത്. കണ്ടോ? ഇത് അവിടെ നമ്മൾ അന്ന് രാത്രി കണ്ട ക്രിസ്മസ് ട്രീ വലുതായി നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് അച്ചു നമ്മൾ റിപ്പബ്ലിക് ഓഫ് അർമേനിയയുടെ മുകളിലേക്ക് കയറിയിട്ടാണ്.
പക്ഷെ എന്ത് രസം നോക്കിയേ, മൊത്തം എന്താ പറയാ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയൊക്കെയാണ് ഇവര്. അന്ന് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടുണ്ടാവും നൈറ്റ്. ഇപ്പൊ മണി 12 മണിയായി. ഇതാണ് ക്ലോക്ക് ടവർ. അതിൽ ബെല്ലടിക്കുന്നതാണ് 12 മണി. ഇത് കണ്ടോ, കംപ്ലീറ്റ് ക്രിസ്മസ് ട്രീസും ഇതന്നെ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഹായ്, നമ്മളപ്പോൾ ഇവിടെ റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയം ആണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ട് മൺഡേ ക്ലോസ്ഡ് ആണ്. നമ്മൾ കറക്റ്റ് മൺഡേ ആണ്. ഇത്ര ദിവസം വന്നിട്ട് നമ്മൾ ഇതിനുള്ളിൽ കയറാൻ നമുക്ക് തോന്നിയില്ല. അപ്പോൾ കാണാൻ പറ്റൂല. ഓക്കെ, അതിന് പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കണത് കാണുന്നത് കുറച്ച് കാര്യങ്ങൾ. നിയർ ദ മെയിൻ ഗേറ്റ് ഓഫ് ആനി ഓൺ ദ വാൾ കോപ്പർ കോയിൻസ് ഒക്കെ ഉണ്ട്. കോപ്പർ കോയിൻസ് Near the ഓക്കെ. after the adoption ഓഫ് ക്രിസ്ത്യാനിറ്റി ഏർലി medieval art of Armenia. പഴയ ലിപികളാണ് കേട്ടോ ഇത് മുഴുവനും. ഇവിടെ കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. റോഡ് സൈഡിലൊക്കെ നമുക്കിങ്ങനെ വായി വെച്ച് ഇങ്ങനെ കുടിക്കണം. കണ്ടോ, തണുത്ത വെള്ളമാണ്. അറിയാലോ ഇവിടെ -डिग्री ആണെന്നുള്ളത്. ഇതെങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ വെച്ച് കുടിക്കണം. കണ്ടോ, ഇങ്ങനെ വായി വെച്ച് നമ്മൾ കുടിക്കണം. നമ്മളിവിടെ ഭക്ഷണം കഴിക്കുകയാണ്. KFC, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ അർമേനിയൻ കേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് കേട്ടോ അർമേനിയൻ കേക്ക്. എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറെ ഇതായിട്ട് കാണാം നമുക്ക്.